നമസ്കാരം. 2026 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഈ ചാനലിൽ കൂടി നിങ്ങൾക്ക് നൽകി വരുന്നുണ്ട്. അതിൻ്റെ നോട്ട്സും ഞങ്ങൾ നൽകുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കാര്യമുള്ളത്, ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഇനി അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ ചെറിയ ഒരു പുസ്തകമാണ്, എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു പുസ്തകമാണ്. 135 രൂപ മാത്രം വിലയുള്ള, കേവലം 200 പേജുകൾ മാത്രമുള്ള A5 സൈസിലുള്ള, A5 സൈസ് എന്ന് പറയുന്നത് ചെറിയ സൈസാണ്, A5 സൈസിലുള്ള പുസ്തകം, പെട്ടെന്ന് വായിച്ച് പഠിക്കാൻ പറ്റുന്ന പുസ്തകം, ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം വെച്ച് തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമാണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചവറ് പോലെ ഒരുപാട് കാര്യങ്ങൾ എഴുതി പഠിക്കാൻ പറ്റാത്ത വിധത്തിലാക്കിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും വായിച്ച് പഠിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം വേണം എന്ന് ആവശ്യമുള്ളവർ ഈ പറഞ്ഞ നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. ഇത്തിരി തിരക്കുള്ള നമ്പറാണ്, വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. പിന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ഏതെങ്കിലും ഫോൺ നമ്പറിലോട്ടോ ഏതെങ്കിലും QR കോഡ് വഴിയോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമിക്ക് ഒരു UPI ID ഉണ്ട്. QR.aastac@sib എന്ന് പറയുന്ന UPI ID വഴി മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ. അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇപ്പോൾ തന്നെ വിളിക്കുക. കുറച്ചു കാലം ഈ പുസ്തകം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, പുതിയ പുസ്തകം ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഭരണഘടനയിലെ ആദ്യത്തെ വകുപ്പ്. ഭരണഘടനയിലെ ആദ്യത്തെ വകുപ്പിൽ പറയുന്നത് എന്താണ്? ഇന്ത്യ അഥവാ ഭാരതം സംസ്ഥാനങ്ങളുടെ കൂട്ടമായിരിക്കും. ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, അല്ലേ? ഭരണഘടനയിലെ രണ്ടാമത്തെ വകുപ്പിൽ പറയുന്ന കാര്യം എന്താണ്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ഭരണഘടനയിലെ രണ്ടാമത്തെ വകുപ്പിൽ പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഭരണഘടനയുടെ മൂന്നാമത്തെ വകുപ്പിൽ പറയുന്നത് എന്താണ്? ഒരു സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച്, ഒരു സംസ്ഥാനത്തിൻ്റെ പേരിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ മൂന്നാമത്തെ വകുപ്പിലാണ്. ഭരണഘടനയുടെ മൂന്നാമത്തെ വകുപ്പ്, അല്ലേ? കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എന്തിനാണ് ഇപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം വരും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റി. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് നേരത്തെ കേരള എന്നായിരുന്നു. ഇപ്പോൾ അത് എങ്ങനെ മാറ്റിയിട്ടുണ്ട്? കേരളം എന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കേരളം എന്ന് മാറ്റുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെക്കുറിച്ച് ഭരണഘടനയിൽ പറയുന്നത് ഏത് വകുപ്പിലാണ്? വകുപ്പ് 3-ലാണ്. ഇനി ഈ പറഞ്ഞ പേര് മാറ്റം പട്ടികകൾക്കകത്തും വരും. അതായത് ഭരണഘടനയിലെ പട്ടികകൾക്കകത്തും വരും. നിങ്ങൾക്കറിയാം, ഭരണഘടനയിൽ 12 പട്ടികയുണ്ട്. നിലവിൽ ഭരണഘടനയിൽ എത്ര പട്ടികയുണ്ട്? 12 പട്ടികയുണ്ട്. അതിൽ പട്ടിക 1 അഥവാ ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഷെഡ്യൂൾ 1 ഈ പറഞ്ഞ രാജ്യത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കൊടുത്തിരിക്കും കേരള എന്നായിരുന്നു ഇത്രയും നാൾ കൊടുത്തിരുന്നത്. അതെങ്ങനെ മാറും? കേരളം എന്ന് മാറും. ഇനി അത് കഴിഞ്ഞിട്ട് പട്ടിക 4. പട്ടിക 4 ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര വീതം രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന് 9 രാജ്യസഭാ സീറ്റുകളാണ് ഉള്ളത്, അല്ലേ? അപ്പോൾ ഏത് പട്ടികയിലാണ്? പട്ടിക 4-ലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അവിടെ കേരളയ്ക്ക് എത്ര? 9 സീറ്റ്. അത് മാറും, കേരള മാറിയിട്ട് കേരളം എന്നാവും. എന്താവും? കേരളം എന്നാവും. അതുപോലെ പട്ടിക 8. ഈ പറഞ്ഞ ഭരണഘടനയിലെ ഷെഡ്യൂൾ 8 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഔദ്യോഗിക ഭാഷകൾ.
നമ്മുടെ രാജ്യത്ത് 22 ഔദ്യോഗിക ഭാഷകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഷെഡ്യൂൾ 8 പറയുന്നത്. അവിടെ കേരളയുടെ ഔദ്യോഗിക ഭാഷ മലയാളം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കേരളം മാറും, എന്താവും? കേരളം എന്നാവും. അപ്പോൾ ഈ ഭരണഘടനാ വകുപ്പ് 3 അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നുള്ളത് കേരളം എന്ന് മാറുമ്പോൾ അത് പട്ടിക 1-ലും പട്ടിക 4-ലും അതുപോലെ പട്ടിക 8-ലും ആ മാറ്റം വരും. ആ പേര് മാറ്റം അവിടെയൊക്കെ വരും എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിന്റിലോട്ട് വരാം. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് സമഗ്രമായിട്ടുള്ള നഗര നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം, രാജ്യത്ത് ആദ്യമായിട്ട് സമഗ്രമായിട്ടുള്ള നഗര നയം പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കേരളമാണ്. എന്താണ് സമഗ്രമായിട്ടുള്ള നഗര നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2050 ആവുമ്പോൾ കേരളത്തിലെ 80% പ്രദേശങ്ങളും നഗരമായിട്ട് മാറണം എന്നുള്ളതാണ് ആ കാഴ്ചപ്പാട്. അത്തരത്തിൽ രാജ്യത്താദ്യമായിട്ട് സമഗ്രമായിട്ടുള്ള നഗര നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനിലോട്ട് വരാം. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ കേരളം എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മുടെ കേരളം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സംസ്ഥാന സർക്കാരിന് ഒരുപാട് സേവനങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഒരുപാട് സേവനങ്ങളുണ്ട്. ആ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഏത് ആപ്ലിക്കേഷൻ? നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആപ്ലിക്കേഷൻ. ഇപ്പോൾ സ്മാർട്ട് പോലുള്ള ആപ്ലിക്കേഷനുകളെ കുറിച്ച് കേട്ട് കാണും. ഓരോ വകുപ്പിനും അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി പൊതുവായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ സേവനങ്ങളെല്ലാം കൂടി ഒറ്റ ആപ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ആ ആപ്പിൻ്റെ പേരാണ്, ആപ്ലിക്കേഷൻ്റെ പേരാണ് നമ്മുടെ കേരളം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാം, ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിലോട്ട് തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോവാണ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു, തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കും, പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പുതുശ്ശേരി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തുമൊക്കെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നടക്കും അല്ലേ? അതിൻ്റെ മുന്നോടിയായിട്ട് ഈ പറഞ്ഞ വോട്ടർ പട്ടിക പരിഷ്കരണം തീവ്രഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വളരെ പണ്ടാണ് വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ മരണപ്പെട്ടു പോയ ആൾക്കാരുണ്ട്, ഇപ്പോൾ സ്ഥലത്തില്ലാത്ത ആൾക്കാരുണ്ട്, ഒരുപാട് പേരെ ഒഴിവാക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നുണ്ട്. ആ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നമ്മൾ പറയുന്നതാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ SIR എന്ന് പറയും. SIR വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അങ്ങനെ ആ പറഞ്ഞ വോട്ടർ പട്ടിക പരിഷ്കരണം അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആദ്യമായി പൂർത്തിയാക്കിയത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ല. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആദ്യമായിട്ട് പൂർത്തിയാക്കിയ കേരളത്തിലെ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആലപ്പുഴ ജില്ലയാണ് എന്ന് പറയണം. അപ്പോൾ അതൊരു പോയിൻ്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു കുഞ്ഞാണ് ആലൻ ഷെറിൻ എബ്രഹാം. ആലൻ ഷെറിൻ എബ്രഹാം മസ്തിഷ്ക മരണം സംഭവിച്ച 9 മാസം പ്രായമുള്ള കുഞ്ഞ് അല്ലെ? മസ്തിഷ്ക മരണം സംഭവിച്ച 9 മാസം പ്രായമുള്ള കുഞ്ഞ്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ മറ്റ് 5 പേരിലോട്ട് മാറ്റിവെച്ചു. മറ്റ് 5 പേർക്ക് പുതുജീവൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അല്ലെ? കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്, ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ പേരാണ് പറയുന്നത് ആലൻ ഷെറിൻ എബ്രഹാം. പെൺകുട്ടിയാണ്. 9 മാസം പ്രായമുള്ള മസ്തിഷ്ക മരണം സംഭവിച്ച കുഞ്ഞ് ആലൻ ഷെറിൻ എബ്രഹാം അല്ലെ? അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞിൻ്റെ പേര് വേണം പറയാൻ, ആലൻ ഷെറിൻ എബ്രഹാം. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ഓർത്തോണം. അവയവ മാറ്റിവെക്കലിന് വേണ്ടി മാത്രമായിട്ട് കേരളത്തിൽ ഒരു ആശുപത്രി ആരംഭിക്കുന്നുണ്ട്.
ആശുപത്രി ആരംഭിക്കുന്നത് എവിടെയാണ്? നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കോഴിക്കോടാണ്. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ആശുപത്രി കേരളത്തിൽ ആരംഭിക്കുന്നുണ്ട്. അത് കോഴിക്കോടാണ്. ആ കോഴിക്കോടുള്ള അവയവം മാറ്റിവെക്കൽ ആശുപത്രിക്ക് ആരുടെ പേര് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കുഞ്ഞിൻ്റെ പേര് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആലൻ ഷെറിൻ എബ്രഹാം അവയവം മാറ്റിവെക്കൽ ആശുപത്രി. ശരി, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണം. നിലവിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻകാരുടെ ഈ പറഞ്ഞ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി, അതായത് ആ പരിഷ്കരണ കമ്മീഷൻ എന്ന് പറയുമ്പോൾ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനാണ്. അപ്പോൾ സർക്കാർ ഈയിടെ നിയമിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ VP ജോയി. ആരാണ്? VP ജോയി. ഒരു പക്ഷേ ഈ പേര് നിങ്ങൾ കേട്ടിരിക്കും. പഴയ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയാണ് ആര്? VP ജോയി. മുൻ കേരള ചീഫ് സെക്രട്ടറി ആയിട്ട് വിരമിച്ച ആളാണ് ആര്? VP ജോയി. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണത്തിനായിട്ട് നിയമിക്കപ്പെട്ട 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അത് VP ജോയി ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാനത്തെ മലയോര ഹൈവേ. സംസ്ഥാനത്തെ മലയോര ഹൈവേ എന്ന് പറയുമ്പോൾ അത് കാസർഗോഡ് മുതൽ ഏതുവരെയാണ്? പാറശാല വരെ വ്യാപിച്ചിരിക്കുന്നു. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള സംസ്ഥാന മലയോര ഹൈവേ. ആ സംസ്ഥാന മലയോര ഹൈവേ കാസർഗോഡ് നന്താരപ്പടവ് മുതൽ പാറശാല വരെ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര ജില്ലകളിൽ കൂടി കടന്നു പോകുന്നു? അല്ലെ, സംസ്ഥാനത്തെ മലയോര ഹൈവേ എത്ര ജില്ലകളിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ള ഒരു ചോദ്യം പ്രതീക്ഷിച്ചോണം. അല്ലെ, മലയോര ഹൈവേ എന്ന് പറയുമ്പോൾ നമ്മൾ കേരള ഭൂമിശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കും. കേരളത്തിൻ്റെ ഈ പറഞ്ഞ കിഴക്ക് ഭാഗത്ത് മലനാടാണ്, പശ്ചിമഘട്ടമാണ് എന്ന് പഠിക്കും. അപ്പോൾ അതിനോട് ചേർന്ന് പോകുന്ന ഹൈവേ ആണ് ഈ പറഞ്ഞ മലയോര ഹൈവേ. ഏത് മുതൽ ഏതുവരെയാണ്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം, കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരത്ത് പാറശാല വരെയാണ്. അപ്പോൾ അത് എത്ര ജില്ലകളിൽ കൂടി കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ 13 ജില്ലകളിൽ കൂടി കടന്നു പോകുന്നു. 13 ജില്ലകളിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ മലയോര ഹൈവേ കടന്നു പോകാത്ത ഏക ജില്ല ഏതെന്ന് ചോദിച്ചാലോ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാം, ആലപ്പുഴയാണ്. പശ്ചിമഘട്ടം കടന്നു പോകാത്ത ഏക ജില്ലയാണ് ആലപ്പുഴ. അല്ലെ, ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമല്ലാതിരിക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. കുന്നുകളൊന്നുമില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പശ്ചിമഘട്ടം കടന്നു പോകാത്ത ഏക ജില്ല ആലപ്പുഴയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മലയോര ഹൈവേ കടന്നു പോകാത്ത ഏക ജില്ലയും ആലപ്പുഴയാണ്. 13 ജില്ലകളിൽ കൂടി ഏത് കടന്നു പോകുന്നുണ്ട്? സംസ്ഥാന മലയോര ഹൈവേ കടന്നു പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഈ അടുത്ത കാലത്ത് വന്നിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. ആക്കുളം ചേറ്റുവ ജലപാത. ആക്കുളം ചേറ്റുവ ജലപാത. ആക്കുളം എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്താണ്. ചേറ്റുവ നിങ്ങളൊരു പഠിച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഒരു ചെറിയ ബീച്ചാണ് ചേറ്റുവ തുറമുഖം എന്നൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. അല്ലെങ്കിൽ ചേറ്റുവ കോട്ട എന്ന കേരള ചരിത്ര ഭാഗത്ത് പഠിച്ചിട്ട് കാണും. അതെവിടെയാണ്? തൃശ്ശൂരാണ്. അല്ലെ, അപ്പോൾ ആക്കുളം ചേറ്റുവ ജലപാത ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറഞ്ഞിട്ട് ഒരു കനാൽ പഠിച്ചിട്ടുണ്ട്. വെസ്റ്റ് കോസ്റ്റ് കനാൽ, അതായത് NW3 ദേശീയ ജലപാത 3, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ജലപാതയാണ് ആക്കുളം ചേറ്റുവ ജലപാത. ഈ ജലപാതയ്ക്ക് ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ഒരേ ഒരു ജലപാതയിൽ മാത്രമേ തുരങ്കമുള്ളൂ. ഇന്ത്യയിൽ തുരങ്കമുള്ള ഏക ജലപാത ഏതാണ് എന്ന് ചോദിച്ചാൽ ആക്കുളം ചേറ്റുവ ജലപാതയാണ്. ഇന്ത്യയിൽ തുരങ്കമുള്ള ഏക ജലപാത ഏതെന്ന് ചോദിച്ചാൽ ആക്കുളം ചേറ്റുവ ജലപാതയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം കുപ്പിവെള്ള ബ്രാൻഡ്, സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം കുപ്പിവെള്ളം ബ്രാൻഡ്, അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഹില്ലി അക്വ. ചാടി വീണ് മിന്നൽ മാജിക് എന്നോ ജവാൻ എന്നോ എഴുതരുത്. മിന്നൽ മാജിക്കും ജവാനും ഒക്കെ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാം.
അല്ലേ? ഈ അടുത്ത കാലത്ത് ബ്രാൻഡിക്ക് പേരിടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതാണ്. അപ്പോൾ മിന്നൽ മാജിക് വേറെ, ജവാൻ വേറെ. ഇതല്ല, ഇത് അതിനകത്ത് ഒഴിക്കാനുള്ള സാധനമാണ്. ഏത്? ഹില്ലി അക്വ. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കുപ്പിവെള്ളം ബ്രാൻഡിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? ഹില്ലി അക്വ, അല്ലേ? ഇത് പറയുമ്പോൾ നമ്മൾ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡാണ് നിള എന്ന് പഠിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡാണ് ഏത്? നിള. ആ കാര്യം കൂടി അവിടെ ഒന്ന് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പദ്ധതിയിലോട്ട് വരാം. സ്വയം പ്രഭാ പദ്ധതി. സ്വയം പ്രഭാ പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ പറഞ്ഞ സുരക്ഷാ പദ്ധതിയാണ്. സ്വയം പ്രഭാ പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയോജനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വയം പ്രഭാ പദ്ധതി വയോജനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വയോജനങ്ങളുടെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് സ്വയം പ്രഭാ പദ്ധതി. വയോജനങ്ങളുടെ സുരക്ഷയ്ക്കും ഏകാന്തതയ്ക്കും പരിഹാരമായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി എന്ത് എന്ന് ചോദിച്ചാൽ സ്വയം പ്രഭാ പദ്ധതിയാണ്. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെയും പദ്ധതികൾ കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഓർമ്മത്തോണി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഓർമ്മത്തോണി എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്. മറവി രോഗബാധിതരായിട്ടുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഏത്? അതാണ് ഓർമ്മത്തോണി, അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പദ്ധതി വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മന്ദഹാസം പദ്ധതി. മന്ദഹാസം പദ്ധതി എന്തിനുള്ള പദ്ധതിയാണ്? വയോജനങ്ങൾക്ക്, പല്ല് കൊഴിഞ്ഞ വയോജനങ്ങൾക്ക് പല്ല് സെറ്റ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മന്ദഹാസം. ഒന്ന് പുഞ്ചിരിച്ചേ. അപ്പോൾ ആ പറഞ്ഞ പല്ല് സെറ്റ് വെച്ച് കൊടുക്കുന്നതിനുള്ള പദ്ധതിയാണ് ഏത്? മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പദ്ധതിയുണ്ട്, സല്ലാപം പദ്ധതി. സല്ലാപം പദ്ധതി എന്ന് പറയുന്നതും വയോജനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ്. വീടുകളിലൊക്കെ ഒറ്റയ്ക്കായി പോകുന്ന, ഏകാന്തത അനുഭവിക്കുന്ന വയോജനങ്ങളുടെ കൗൺസിലിങ്ങും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതാണ് സല്ലാപം പദ്ധതി. സല്ലാപം പദ്ധതി. അല്ലാതെ വേറൊരു പദ്ധതിയുണ്ട്, വയോമധുരം പദ്ധതി. വയോജനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. പ്രമേഹ രോഗബാധിതരായിട്ടുള്ള 60 വയസ്സ് കഴിഞ്ഞ BPL വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക്, 60 വയസ്സ് കഴിഞ്ഞ പ്രമേഹ രോഗബാധിതരായിട്ടുള്ള BPL വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതി, അല്ലെ? അങ്ങനെയുള്ളവർക്ക് ഗ്ലൂക്കോമീറ്റർ, പ്രമേഹ രോഗബാധിതരായിട്ടുള്ള BPL വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. അപ്പോൾ ഈ പദ്ധതികളെല്ലാം ഓർത്തു വെക്കണം. സ്വയം പ്രഭാ പദ്ധതി എന്താണ്? സംസ്ഥാനത്തെ വയോജനങ്ങളുടെ സുരക്ഷയ്ക്കും ഏകാന്തത മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ഏതാണ്ട് അതുമായി പൊരുത്തപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു പദ്ധതിയാണ് സല്ലാപം പദ്ധതി. അതിലും ഈ പറഞ്ഞ ഏകാന്തതയാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒറ്റയ്ക്കായി പോകുന്ന ആൾക്കാർ, വീട്ടിൽ ഒറ്റയ്ക്കായി പോകുന്ന വയോജനങ്ങളുടെ സംരക്ഷണം അല്ലെങ്കിൽ അവരുടെ കൗൺസിലിംഗ്, അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ് ഏത് പദ്ധതിയും? സല്ലാപം പദ്ധതിയും. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന മറ്റൊരു പ്രധാന പദ്ധതിയാണ് ഉല്ലാസ് പദ്ധതി. ഉല്ലാസ് പദ്ധതി എന്ന് പറയുമ്പോൾ ഈ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഉല്ലാസ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി മനസ്സിലാക്കേണ്ടത്, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണോ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ പദ്ധതിയല്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഉല്ലാസ് പദ്ധതി. വിദ്യാഭ്യാസം എന്നേ പറഞ്ഞുള്ളൂ, അത് കുറച്ചുകൂടി വ്യക്തമാക്കാനുണ്ട്. എന്താണ് അവിടെ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിച്ച കാര്യം? എന്താണ്? പഠനം നിർത്തിപ്പോകേണ്ടി വന്നവർ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പഠനം നിർത്തിപ്പോകേണ്ടി വന്നവർ, അവർക്ക് എത്ര വയസ്സോ ആകട്ടെ, ഇപ്പോഴത്തെ പ്രായം എത്രയോ ആകട്ടെ, അവരുടെ ഈ പറഞ്ഞ പഠനം തുടരുന്നതിന് പ്രോത്സാഹനം നൽകുന്ന, സഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? ഉല്ലാസ് പദ്ധതി. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ പഠനം മുടങ്ങിയ ആൾക്കാരുടെ പഠനം ഈ പറഞ്ഞ് തുടരുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ സഹായിക്കുന്ന പദ്ധതിയാണ് ഉല്ലാസ് പദ്ധതി. ആ ഉല്ലാസ് പദ്ധതി എന്ന് പറയുന്നത് ആരുടെ പദ്ധതിയാണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? ഉല്ലാസ് പദ്ധതി. അത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കും.
ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. IISR ചന്ദ്ര. എന്താണ് IISR ചന്ദ്ര എന്ന് ചോദിച്ചാൽ സങ്കര ഇനം കുരുമുളകാണ്. സങ്കര ഇനം കുരുമുളകാണ്. അതിനു മുമ്പ് IISR എന്നുള്ളത് പരിചയപ്പെടാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അല്ലെ, കുരുമുളക് ഗവേഷണ കേന്ദ്രം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം. അതെവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ ആസ്ഥാനം എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. കോഴിക്കോടാണ്. അപ്പോൾ ആ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം കുരുമുളകിൻ്റെ പേരാണ് IISR ചന്ദ്ര. ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ വന്നിരുന്നു. ഇതുപോലെ ഒരു കാര്യം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, IISR സൂര്യ. IISR സൂര്യ എന്താണ്? മഞ്ഞൾ ഇനം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞൾ ഇനമാണ് IISR സൂര്യ. ഇതെന്താണ്? IISR ചന്ദ്ര. ശരി, അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഗന്ധവ്യഞ്ജനമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് പച്ചമുളക്. പച്ചമുളക് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. പച്ചമുളക് സുഗന്ധ വ്യഞ്ജനമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് എന്ന് ചോദിച്ചാൽ പച്ചമുളകാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പച്ചമുളക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെന്നറിയാമോ? ലോകത്തെ ഏറ്റവും കൂടുതൽ പച്ചമുളക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇപ്പൊ എന്തിനാണ് പച്ചമുളകിന്റെ കാര്യം പറഞ്ഞത്? ഈ അടുത്ത കാലത്ത് ഒരു സ്ഥലത്തുള്ള പച്ചമുളകിന് ഗിന്നസ് ബുക്കിൽ ഇടം കിട്ടി. ഗിന്നസ് റെക്കോർഡ് ബുക്ക് ഉണ്ടല്ലോ, വേൾഡ് റെക്കോർഡ് ബുക്കാണല്ലോ ഗിന്നസ് ബുക്ക്. അപ്പോൾ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു പച്ചമുളക് ചെടി എന്ന് പറയുമ്പോൾ ആ പച്ചമുളക് ചെടി ഏതാണ്ട് 3 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പച്ചമുളക് ചെടി. അത്രയും ഉയരത്തിൽ, അതായത് ഇത്രയും ഉയരത്തിലുള്ള പച്ചമുളക് ചെടി ലോകത്ത് വേറൊരിടത്തും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഗിന്നസ് റെക്കോർഡ് ഈ അടുത്ത കാലത്ത് ഒരു പച്ചമുളക് ചെടിക്ക് കിട്ടി. അത് എവിടെ നിന്നുള്ള പച്ചമുളക് ചെടിയാണ് എന്നുള്ളതാണ്. അത് പത്തനംതിട്ട ജില്ല, കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിയിലുള്ള പച്ചമുളക് ചെടിയാണ് ഏറ്റവും ഉയരം കൂടിയ പച്ചമുളക് ചെടിയായിട്ട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഈ അടുത്ത കാലത്ത് ഇടം പിടിച്ചത്. അപ്പോൾ അവിടെ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ പച്ചമുളക് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഏത്? ഇന്ത്യ എന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് CBG. എന്താണ് CBG എന്ന് ചോദിച്ചാൽ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്. കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരമാലിന്യങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ പാചകവാതകം ഉണ്ടാക്കാം. കരമാലിന്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ പാചകത്തിന് ആവശ്യമായിട്ടുള്ള വാതകം ഉണ്ടാക്കാം. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു വലിയ നിലയിൽ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്, എറണാകുളത്താണ്, ബ്രഹ്മപുരം. എവിടെയാണ്? ബ്രഹ്മപുരം. അപ്പോൾ എറണാകുളത്ത് ബ്രഹ്മപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ആരംഭിച്ചത്. അത് ആരംഭിച്ചത് ഭാരത് പെട്രോളിയം കോർപ്പറേഷനാണ്. ആരാണ്? ഭാരത് പെട്രോളിയം കോർപ്പറേഷനാണ് കേരളത്തിലെ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എവിടെ ആരംഭിച്ചത്? എറണാകുളത്ത് ബ്രഹ്മപുരത്ത് ആരംഭിച്ചത് എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2024 ശാസ്ത്ര പുരസ്കാരം 2024 ശാസ്ത്ര പുരസ്കാരം 2026 നൽകി. അത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ശാസ്ത്ര മേഖലയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ഉയർന്ന പുരസ്കാരമാണ് ഏത്? ശാസ്ത്ര പുരസ്കാരം. അപ്പോൾ 2024 ശാസ്ത്ര പുരസ്കാരം 2026 നൽകി. ആർക്കാണ് നൽകിയത്? ടെസി തോമസിന്. ആർക്കാണ്? ടെസി തോമസ്. ആരാണ് ടെസി തോമസ് എന്ന് നിങ്ങൾക്കറിയാം. മലയാളിയാണ്. DRDO അല്ലെ, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനം. ആ പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിന് സയന്റിസ്റ്റ് ആയിട്ടുള്ള ആർക്ക്? ടെസി തോമസിനാണ് 2024 എന്ത് പുരസ്കാരം കൊടുത്തത്? കേരള ശാസ്ത്ര പുരസ്കാരം കൊടുത്തത്. ടെസി തോമസിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് മറ്റാരുമല്ല, ആരാണ്? ടെസി തോമസ് ആണ്. അപ്പോൾ അത് 2024 ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പുരസ്കാരമാണ്. 2026 ഇത് കൊടുത്തത്. ഇതിന് തൊട്ട് മുമ്പ് 2023 കേരള ശാസ്ത്ര പുരസ്കാരം അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സോമനാഥിനായിരുന്നു.
ISROയുടെ മുൻ ചെയർമാൻ ആയിരുന്ന S. സോമനാഥനായിരുന്നു 2023 കേരള ശാസ്ത്ര പുരസ്കാരം. ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് അത് ടെസി തോമസിനാണ് ലഭിച്ചത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 അന്താരാഷ്ട്ര ഫോക്ക് ഫെസ്റ്റിവലിന് വേദിയായ നഗരം. അന്താരാഷ്ട്ര ഫോക്ക് ഫെസ്റ്റിവൽ. ഫോക്ക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നാടൻ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ ആഘോഷമാണ്, ഫെസ്റ്റിവലാണ് ഫോക്ക് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. 2026 അന്താരാഷ്ട്ര ഫോക്ക് ഫെസ്റ്റിവലിന് വേദിയായിട്ടുള്ള നഗരം ഏത് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. 2026 അന്താരാഷ്ട്ര ഫോക്ക് ഫെസ്റ്റിവൽ നടന്നത് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. അടുത്ത ഒരു കാര്യമുള്ളത്, അതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുള്ള കാര്യങ്ങൾ. ഒന്ന്, ഈ ഫോക്ക് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതാര്? ഫോക്ലോർ അക്കാഡമിയാണ്. കേരള ഫോക്ലോർ അക്കാഡമിയാണ് ഈ ഫോക്ക് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്, അല്ലെ? ഫോക്ലോർ അക്കാഡമി. അപ്പൊ അവിടെ വേറൊരു ചോദ്യമുണ്ട്, ഫോക്ലോർ അക്കാഡമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഫോക്ലോർ അക്കാഡമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കണ്ണൂരാണ്. കേരള ഫോക്ലോർ അക്കാഡമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? കണ്ണൂരാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കണം. അതേസമയം കിർത്താഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. കിർത്താഡ്സ്, അല്ലെ? അതായത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഉന്നമനം ലക്ഷ്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, കിർത്താഡ്സ്. കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് കിർത്താഡ്സ്. ആ കിർത്താഡ്സ് KIRTADS, കിർത്താഡ്സ്. ആ കിർത്താഡ്സിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളൊക്കെ നടക്കുന്ന വേറൊരു സ്ഥാപനമുണ്ട്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില എന്ന് പറയും, KILA. കിലയുടെ ആസ്ഥാനം എവിടെ? കിലയുടെ ആസ്ഥാനം തൃശ്ശൂർ. കിർത്താഡ്സിൻ്റെ ആസ്ഥാനം എവിടെ? കിർത്താഡ്സിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. കേരള ഫോക്ലോർ അക്കാഡമിയുടെ ആസ്ഥാനം എവിടെ? കേരള ഫോക്ലോർ അക്കാഡമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? അത് കണ്ണൂരാണ്. അപ്പോൾ കേരള ഫോക്ലോർ അക്കാഡമിയാണ് 2026 അന്താരാഷ്ട്ര ഫോക്ക് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. അത് എവിടെ വെച്ചാണ് നടന്നത് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫോക്ക് ഫെസ്റ്റിവലിനെ കുറിച്ച് പറഞ്ഞു. വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് വരാം. കേരളത്തിലെ ഒരു കലാരൂപമാണ് പാവകഥകളി. പാവകഥകളി കേരളത്തിലെ ഒരു കലാരൂപമാണ് പാവകഥകളി. ഇന്ത്യക്ക് വളരെ സമ്പുഷ്ടമായിട്ടുള്ള, വളരെ ഈ പറഞ്ഞ എന്താണ്, വളരെ പൈതൃകമായിട്ടുള്ള ഈ പാവകഥകളി കലാരൂപങ്ങൾ ഇന്ത്യയിൽ ഒരുപാടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഈ പറഞ്ഞ അത്തരത്തിലുള്ള ഒരു കലാരൂപമാണ് പാവകഥകളി. ഈ അടുത്ത കാലത്ത് തപാൽ വകുപ്പ് കേരളത്തിലെ ഒരു കലാരൂപത്തെ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിച്ചിരുന്നു. ഏത് കലാരൂപത്തെയാണ് പോസ്റ്റൽ വകുപ്പ് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിച്ചത് എന്ന് ചോദിച്ചാൽ പാവകഥകളിയെയാണ്. നല്ല ഒരു ചോദ്യമാണ്. ഈ അടുത്ത കാലത്ത് പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പിലൂടെ ആദരിച്ച കേരളത്തിൽ നിന്നുള്ള കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ പാവകഥകളിയെയാണ്. വേറെയും ചില സംസ്ഥാനങ്ങളുടെ കലാരൂപങ്ങൾ, ഇത്തരത്തിലുള്ള കലാരൂപങ്ങളെ ആദരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നോട്ട്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇവിടെ പറയാനായിട്ട് പോയാൽ ക്ലാസ് ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ 2026 പോസ്റ്റൽ വകുപ്പ് കേരളത്തിൽ നിന്നുള്ള ഏത് കലാരൂപത്തെയാണ് തപാൽ സ്റ്റാമ്പിലൂടെ ആദരിച്ചതെന്ന് ചോദിച്ചാൽ പാവകഥകളിയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2024-25 സാമ്പത്തിക വർഷത്തിൽ മികച്ച ഈ പ്രകടനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്, പഞ്ചായത്ത് വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം. സ്വരാജ് ട്രോഫി പുരസ്കാരം ആർക്കാണ് നൽകുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം, അല്ലേ? നിങ്ങൾക്കറിയാം, നമ്മൾ ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. ഫെബ്രുവരി 19 കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നു, അല്ലെ? ബൽവന്ത് റായ് മേത്ത, പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് ആര്? ബൽവന്ത് റായ് മേത്ത. അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ഫെബ്രുവരി 19 നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഏത് പുരസ്കാരം കൊടുക്കാറുണ്ട്? സ്വരാജ് ട്രോഫി പുരസ്കാരം കൊടുക്കാറുണ്ട്. അപ്പോൾ 2024-2025 ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത് ഏത് ഗ്രാമപഞ്ചായത്തിനാണ്?
അല്ലെ 2024-2025 വർഷത്തിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത്. ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ല, അല്ലെ. അപ്പോൾ സ്വരാജ് ട്രോഫി പുരസ്കാരം നൽകുന്നത് ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് പുറമേ ഇനി ഏതുകൂടി ഉണ്ട്? മുനിസിപ്പാലിറ്റികളുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് കോർപ്പറേഷനുകളുണ്ട്. ഇത്രയും പറയുമ്പോഴേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാവും, അല്ലേ? കേരളത്തിൽ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്? 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. നമ്മളൊരു ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. ഈ അടുത്ത കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇപ്പോൾ നടക്കാത്തത്. അത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ 941 ഗ്രാമപഞ്ചായത്ത്, 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻ. ഇത്രയും കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 1200. അപ്പോൾ കേരളത്തിൽ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്? 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം, സ്വരാജ് ട്രോഫി പുരസ്കാരമാണ് ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിന് കിട്ടിയത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന് കിട്ടിയതോ? ഏത് ബ്ലോക്ക് പഞ്ചായത്തിനാണ് ഈ സ്വരാജ് ട്രോഫി പുരസ്കാരം 2024-25 വർഷത്തിൽ കിട്ടിയത് എന്ന് ചോദിച്ചാൽ അത് നേമം ബ്ലോക്ക് പഞ്ചായത്തിനാണ്. തിരുവനന്തപുരം ജില്ലയിലെ നേമം ബ്ലോക്ക് പഞ്ചായത്തിനാണ് ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള 2024-2025 സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇനി അടുത്തത് ജില്ലാ പഞ്ചായത്ത് എന്ന് ചോദിച്ചാലോ? ജില്ലാ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത്, അല്ലേ? അപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഉഴമലക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് നേമം, ജില്ലാ പഞ്ചായത്ത് കൊല്ലം. ഇനി അത് കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റി, അത് വരുമല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്ത് മുനിസിപ്പാലിറ്റി വരും. മുനിസിപ്പാലിറ്റിയോ? മുനിസിപ്പാലിറ്റി എന്ന് ചോദിച്ചാൽ അത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റി ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി. അപ്പോൾ കോർപ്പറേഷനോ? കോർപ്പറേഷൻ തർക്കമില്ല, അത് തിരുവനന്തപുരം കോർപ്പറേഷൻ, അല്ലെ? ജില്ലാ പഞ്ചായത്ത് കൊല്ലം, കോർപ്പറേഷൻ തിരുവനന്തപുരം. അപ്പോൾ അത് അവിടെ ഓർത്തു വെക്കണം. സ്വരാജ് ട്രോഫി പുരസ്കാരം 2024-2025. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകുന്ന പുരസ്കാരമാണ് സ്ത്രീ ശക്തി പുരസ്കാരം. 2026 സ്ത്രീ ശക്തി പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഈ പറഞ്ഞ ഒരു വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ആ പുരസ്കാരം ലഭിച്ചു. വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് 2026 സ്ത്രീ ശക്തി പുരസ്കാരം ലഭിച്ചു. ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പേര് അറിയാമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നിങ്ങൾക്ക് അറിയാമോ? ആ പറഞ്ഞ പെങ്കൊച്ചിൻ്റെ പേരാണ്, ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പേരാണ് റോഷിനി. എന്താണ് പേര്? റോഷിനി, അല്ലേ? അപ്പോൾ 2026 സ്ത്രീ ശക്തി പുരസ്കാരം, 2026 പ്രഖ്യാപിച്ച സ്ത്രീ ശക്തി പുരസ്കാരം അത് നേടിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ റോഷ്നിയാണ്. റോഷ്നി എന്ന് പറയുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ പാമ്പ് പിടിക്കുന്ന ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു വനിത. ഈ പറഞ്ഞ പാമ്പ് പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഈ പറഞ്ഞ വീഡിയോസ് നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അതാണ് റോഷ്നി. റോഷ്നി ആ പറഞ്ഞ അവരുടെ ജോലി എത്രത്തോളം ആസ്വദിച്ച് ചെയ്യുന്ന ഈ പറഞ്ഞൊരു വനിതയാണ് അവർ. അപ്പോൾ ആ പറഞ്ഞ ആളുടെ പേര് ശ്രദ്ധിച്ചു വെക്കുക, റോഷിനി. ഇനി അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ശക്തി പുരസ്കാരം ലഭിച്ച വേറൊരു വനിതയെക്കുറിച്ച് കൂടി ഒന്ന് പരിചയപ്പെട്ട് വയ്ക്കണം. സി താന്യാനാഥൻ. സി താന്യാനാഥൻ ഒരു ഇൻസ്പിറേഷനാണ്. സി താന്യാനാഥനെ പോലുള്ള വനിതകൾ ഈ സമൂഹത്തിന് പൊതുവേ ഒരു ഇൻസ്പിറേഷനാണ്. ഈ നേരത്തെ പറഞ്ഞ റോഷ്നിയുടെ കാര്യമൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. ആലൻ ഷെറിൻ എബ്രഹാം, അവരുടെ മാതാപിതാക്കൾ സമൂഹത്തിന് നല്ലൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അവരെ നമ്മൾ സല്യൂട്ട് ചെയ്തേ പറ്റൂ. മനസ്സിലായോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കാനും അതിനെ റെസ്പെക്ട് ചെയ്യാനും നമ്മൾ ഒരു കാരണവശാലും മടിക്കരുത്. അപ്പോൾ ഇവിടെ താന്യാനാഥന്റെ കാര്യം പറയുമ്പോൾ കാഴ്ച പരിമിതിയുള്ള ഒരു വനിതയാണ്. അപ്പോൾ കാഴ്ച പരിമിതിയുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ന്യായാധിപ.
എന്നുള്ള ഈ പറഞ്ഞ ബഹുമതി ആർക്കാണ്? സി താന്യനാഥനാണ്. അവർക്കും ഈ പറഞ്ഞ സ്ത്രീ ശക്തി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെട്ട് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ജ്ഞാനപ്പാന പുരസ്കാരം. ജ്ഞാനപ്പാന പുരസ്കാരം ആരാണ് നൽകുന്നതെന്ന് നിങ്ങൾക്കറിയാം. ജ്ഞാനപ്പാന പുരസ്കാരം നൽകുന്നത് ആരാണ്? അത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. ആ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് 2026 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞൊരു കവിക്കാണ്, വൈക്കം രാമചന്ദ്രൻ. വൈക്കം രാമചന്ദ്രൻ. അപ്പോൾ 2026 ജ്ഞാനപ്പാന പുരസ്കാരം അല്ലെ. അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന 2026 ജ്ഞാനപ്പാന പുരസ്കാരം വൈക്കം രാമചന്ദ്രനാണ് ലഭിച്ചത്. നമ്മൾ ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് പഠിച്ചപ്പോൾ 2026 ഹരിവരാസന പുരസ്കാരം അല്ലെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. ആ ഹരിവരാസന പുരസ്കാരം 2026 ലഭിച്ചത് ഈ പറയുന്ന നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിനാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. തിരുവിഴ ജയശങ്കറിനാണ് 2026 എന്ത് പുരസ്കാരം ലഭിച്ചത്? ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. അതേസമയം 2026 ജ്ഞാനപ്പാന പുരസ്കാരം വൈക്കം രാമചന്ദ്രനാണ് ലഭിച്ചത്. പഠിച്ചു വയ്ക്കണം. പഠിച്ചു വയ്ക്കുന്നത് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് ഈ പറഞ്ഞ ഒരു വർഷം മുഴുക്കുകയും ഓട്ടിക്കാൻ പറ്റുന്നതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുമുള്ളതുമായിട്ടുള്ള കാര്യമാണ്. പഠിച്ചു തന്നെ വയ്ക്കണം. വർഷത്തിൻ്റെ ആദ്യം തന്നെ നമുക്ക് പഠിച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരമാണ് 2026 പ്രഖ്യാപിച്ചത്. 2026 പ്രഖ്യാപിച്ച 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്. മാധ്യമ രംഗത്ത് നൽകുന്ന പുരസ്കാരമാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. സംസ്ഥാന സർക്കാർ മാധ്യമ രംഗത്ത് നൽകുന്ന പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ അത് മലയൻകീഴ് ഗോപാലകൃഷ്ണനാണ്. ആർക്കാണ്? മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. തിരുവനന്തപുരത്തുള്ള അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. അപ്പോൾ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2026 പ്രഖ്യാപിച്ചു. ആർക്ക്? മലയൻകീഴ് ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ ഫെബ്രുവരി മാസത്തിൽ അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളാണ്. ഇത് നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഞാൻ സ്ത്രീ ശക്തി പുരസ്കാരം പറഞ്ഞു. അതിൽ 2 പേരുടെ പേരുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. വേറെയും ആൾക്കാരുണ്ട്. അത് ഞാൻ അതിനകത്ത് പറഞ്ഞില്ല. അതുപോലെ ചില കാര്യങ്ങളൊന്നും അതിനകത്ത് പറയാൻ വേണ്ടി നിന്നാൽ ഈ ക്ലാസ് ഒരുപാട് നീണ്ടുപോകും. പക്ഷെ അത് നോട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിനകത്ത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് അങ്ങ് മുങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു രീതിക്കാണ് സംസാരിക്കുന്നത്. ക്ലാസ് നന്നായിട്ട് കേൾക്കുക, നോട്ട്സ് വായിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം, ഇനി നമുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2026 കറണ്ട് അഫയേഴ്സാണ് പഠിക്കേണ്ടത്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.